ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിടുന്നത്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ഫ്രണ്ട് കവർ ആയിരിക്കുന്ന ഫ്രണ്ട് കവർ നമുക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്ന ദിവസമാണ് പറഞ്ഞത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. സെൻട്രൽ സ്റ്റാൻഡ് അടിക്കുന്ന രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓടിച്ചപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വലിയ അടി എന്ന് പറയാനായിട്ടുള്ള പ്രോബ്ലം കാണിക്കുന്നുണ്ടായില്ല. പിന്നെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അതായത് ഏതൊരു പോയിന്റ് വർക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്വിച്ചിൻ്റെയാണ് കംപ്ലയിൻറ്റ്, അത് നമുക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട്. ടയർ ചെക്ക് ചെയ്യുക, അതായത് വണ്ടി തള്ളണ സമയത്ത് ഒരു ഒരച്ചിൽ സൗണ്ട് വരുന്നുണ്ട്, അത് ക്ലച്ച് എന്നുള്ള കംപ്ലയിൻ്റ് ആണ്. പിന്നെ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു വിറയിൽ വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞത്. അപ്പോൾ വണ്ടി തള്ളണ സമയത്ത് ഒരച്ചിൽ സൗണ്ട് വരാം, അതേപോലെ തന്നെ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ കാണിക്കുക. ഇത് രണ്ട് കേസും ക്ലച്ചുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റാണ്. അപ്പോൾ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ഓൾറെഡി ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അതിനേക്കാളും ഉപരി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ക്ലച്ച് എവിടെയോ വർക്ക് ചെയ്തേക്കണതാണ്. ഇതിവിടെയൊക്കെ കൊണ്ടുവന്ന് ഗ്രീസ് ഫുള്ള് ഗ്രീസാണ് ഈ കാണുന്നത് കേട്ടോ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കൂടി ഗ്രീസ് വരാൻ പാടുള്ളത്, അതായത് ഗ്രീസ് ഇവിടെ ഈ വീലുകൾക്ക് മാത്രമാണ് ഗ്രീസിങ് ആവശ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഗ്രീസ് ശരിക്കും ടച്ച് ചെയ്യാനേ പാടില്ല. കാരണം ഡ്രൈ ടൈപ്പാണ്, നമുക്കിവിടെ ബെൽറ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഓയിലായാലും ഗ്രീസായാലും, ഇപ്പോൾ ഗ്രീസാണെങ്കിലും ഹീറ്റ് ആവുന്ന സമയത്ത് ഉരുകി ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരും. അത് മെയിനായിട്ട് ഗ്രീസ് ശരിക്കും ചൂടാകുമ്പോൾ ഉരുകും. അപ്പോൾ അത് ഈ സൈഡിൽ ഫുള്ള് ഗ്രീസ് അടിച്ച് കയറിയിട്ടുണ്ട്. ആ ഗ്രീസ് ക്ലച്ച് ഔട്ടറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ഔട്ടറിലേക്ക് വരുമ്പോൾ ക്ലച്ച് ഷൂ അതിനകത്ത് കൃത്യമായിട്ട് പിടിക്കാതെ വരും. കാരണം ഇത് ബ്രേക്ക് ലൈൻഡർ പോലത്തെ ഒരു ക്ലച്ച് ഷൂ ആണത്. അത് അതിൻ്റെ ഉള്ളിൽ വന്ന് പിടിക്കുമ്പോഴാണ് വണ്ടി നമ്മൾ റേസ് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടി മൂവിങ് കാണിക്കുക. അത് പിടിക്കുക കറക്റ്റായിട്ട് പിടിക്കില്ല, ഇങ്ങനെ ഗ്രീസ് ഉള്ളതുകൊണ്ട് തന്നെ വിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ വൈബ്രേഷൻ കാണിക്കുക. നിർത്തിയിട്ട് എടുക്കുമ്പോൾ വൈബ്രേഷൻ കാണിക്കുന്നത് അതിൻ്റെയാണ്. പിന്നെ വണ്ടി തള്ളുമ്പോൾ സൗണ്ട് കാണിക്കുന്നത്, ഉരച്ചിട്ട് സൗണ്ട് കാണിക്കുന്നത് ഈ വന്ന വീലിൻ്റെയാണ്, ഈ ഇരിക്കുന്ന വീലിൻ്റെയാണ് കേട്ടോ. അതാണ് നമ്മൾ തള്ളണ സമയത്ത് സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന വീലാണ് നമുക്ക് മാറ്റി വയ്ക്കുന്നത്. ഈ വീല് മാറ്റി പുതിയ വീലിട്ടാലാണ് ആ സൗണ്ട് മാറും. അത് നമുക്ക് നിലവിൽ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് മാത്രമാണ്, ആ തള്ളണ സമയത്ത് മാത്രമാണ് ആ പ്രശ്നം കാണിക്കുള്ളൂ. നേരെ മറിച്ച് വണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് ഈ ഷാഫ്റ്റ് അടക്കം കറങ്ങുന്നതുകൊണ്ട് അതുകൊണ്ട് വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ നിങ്ങൾക്ക് ആ കംപ്ലയിൻറ്റ് വരാൻ ഇഷ്ടമല്ല, താല്പര്യമില്ലാതെ സൗണ്ട് മാറണം എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു വീല് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. തന്നെയല്ല നമുക്ക് ആ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നസ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ പിന്നും റോളർ സെറ്റൊക്കെ ഒന്ന് മാറ്റിയിടാം. കാരണം അത് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ പ്ലേ ആയിട്ട് കിടന്ന് ഓടുമ്പോൾ വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ വീലുകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത കൂടുതലെന്നല്ല, വീലുകൾ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമുക്ക് ഈ പിന്നും റോളർ സെറ്റ് എനിക്ക് 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുള്ളൂ. അതൊന്ന് മാറ്റാം. ഫുള്ളായിട്ട് ആ ക്ലച്ചിൻ്റെ യൂണിറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ സ്പെഷ്യൽ നെറ്റാണ് വരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെട്ടിരുമ്പും ചുറ്റിയും വെച്ചത് കറക്റ്റ് ടൂൾ ഉപയോഗിക്കാണ്ട് അഴിക്കാൻ ശ്രമിച്ചിട്ട് വന്നതാണത്. വെട്ടിരുമ്പും ചുറ്റിയും വെച്ച് അടിച്ചഴിച്ചാനാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ വീലിൻ്റെ ഇവിടുത്തെ ഇതുമേണ് ആ നെട്ട് വരാം. ആ ത്രെഡ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്ന് പിന്നെ എന്താ പറയുക, നമുക്കിത് എത്ര ടോർക്കിലാണ് ടൈറ്റ് ആയേക്കണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും അയക്കണ കൂട്ടത്തിൽ കൂടെ ഈ നെട്ടൊന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്ക് അയക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനും കറക്റ്റ് ടൈറ്റ് കൃത്യമായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നട്ട് നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലച്ചിനകത്തുനിന്ന് ആ തള്ളുമ്പോഴുള്ള സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീല് മാറണം. ഈ വീല് എനിക്ക് തോന്നുന്നു 1000-1300 രൂപയോളം നമുക്കതിന് വിലയുണ്ട് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ബ്രേക്കൊക്കെ അഡ്ജസ്റ്റിങ് മാക്സിമം ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതുപോലെ കയറ്റിപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യുന്നുള്ളൂ. ഈ ഭാഗം ഫുൾ അഡ്ജസ്റ്റിങ്ങിലാണ് ബ്രേക്ക് നിൽക്കുന്നത് കേട്ടോ. അത് മാറ്റി ഇടുന്നതാണ് കുറച്ച് നല്ലത്. പിന്നെ ഈ ഭാഗത്ത് ഫുള്ള് ആ ഇതൊക്കെ ഗ്രീസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ റീസെറ്റ് ചെയ്യുക. ആ ഓയിൽസ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. വലിയ പഴക്കം ആയിട്ടില്ല എന്ന് തോന്നുന്നു, കാഴ്ച നമുക്കങ്ങനെ തോന്നണം. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അതിവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇത് ബെൽറ്റ് പൊട്ടി വഴിപ്പെടുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഇതിവിടെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഡീപ്പായിട്ടുള്ള പൊട്ടലാണ്. കമ്പനി ഐറ്റം യൂസ് ചെയ്യുക, അതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വലിയ വിലയിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സെയിം ആയിരിക്കും. പക്ഷേ ഈ പാർട്സിൻ്റെ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ തരാം. ഇത് മാറ്റി ഇടുമ്പോൾ ഒറിജിനൽ ഇടാൻ നോക്കാം. ഇതിപ്പോൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് മാറ്റിയിട്ട് തരാം, കുഴപ്പമില്ല.
അതല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് നമ്മൾ ബെൽറ്റ് മാറ്റേണ്ടി വരും. കാരണം ഇടയ്ക്ക് ബെൽറ്റ് പൊട്ടി നമ്മൾ വണ്ടി വഴി പെടുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഓടിക്കാൻ പറ്റും, പക്ഷേ ഇടയ്ക്ക് അത് മാറ്റി കളയാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഈ സ്വിച്ചിൻ്റെയാണ്. സ്വിച്ച് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്. അപ്പോൾ അത് അഴിച്ച് റിപ്പയറിങ് പ്രോബ്ലമാണ്. നമുക്കത് മാറ്റി പുതിയതിടാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ രീതികളെ നമുക്ക് മാറ്റിയിടാം. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് കവറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അതിനകത്ത് ആ ക്ലച്ച് പുള്ളിയുടെ മറ്റേ വണ്ടി തള്ളുമ്പോഴുള്ള സൗണ്ടിൻ്റെ കേസ് മാറണമെന്നുണ്ടെങ്കിൽ ആ വീല് മാറണം. അപ്പോൾ അത് മാറണമെങ്കിൽ അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതുപോലെ നമുക്ക് വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഉൾപ്പെടുത്തി നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ വരുന്നുണ്ട്, ഈ റോളർ പിന്നെ ഈ നട്ട്, പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, ഓയിൽ ബോട്ട് വാഷ്, ബാക്കിലത്തെ ബ്രേക്ക് ഷൂ പെടുത്തണോ അത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തീരെ ഇല്ല, മാറ്റിയിട്ടാൽ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഡിമ്മർ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ലേബർ ചാർജ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. വീഡിയോ കണ്ടുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി ചെയ്തുകൊണ്ടിരിക്കണേ. അതല്ലെങ്കിൽ പിന്നെ വണ്ടി നാളത്തേക്ക് ആയിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ. വേഗം വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.